जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി രചിച്ച ബുക്കാണ്. അതായത് അദ്ദേഹം ഓരോ ഡിവോട്ടീസിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് അവരുടെ സാക്ഷാത്കാരം എടുത്ത് പറയുന്നതാണ് ബുക്ക്. മെമ്മറീസ് എന്നാണ് ബുക്കിന്റെ പേര്. അപ്പം അതില് അദ്ദേഹം എങ്ങനെ അത് രചിച്ചേക്കുന്നതെന്ന് വെച്ചാൽ വായിച്ചു വരുമ്പോഴാണ് എങ്ങനെ അത് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാവത്തെ എടുത്ത് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ എടുത്തിട്ട് രണ്ടുമൂന്ന് ഡിവോട്ടീസ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ചേർത്ത് വെച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ അത് ചെയ്തേക്കുന്നത്. വായിച്ചു വരുമ്പോഴാണ് അതെങ്ങനെയാണ് അത് എഴുതിയേക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. അപ്പം ഇതില് രണ്ട് ശിഷ്യന്മാര് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. ഒന്ന് ഗോവിന്ദദാസി എന്ന് പറഞ്ഞതും പിന്നെ ബദരി നാരായൺ ദാസ് എന്ന് പറഞ്ഞ രണ്ട് ശിഷ്യന്മാരും. അപ്പൊ രണ്ടുപേരും ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളെ കുറിച്ച് അതാണ് പറയുന്നത്. അപ്പം ആദ്യം ഗോവിന്ദദാസി അതിനകത്ത് പറയുന്നുണ്ട്. ഗോവിന്ദദാസി ശ്രീല പ്രഭുപാദിന് 1967 സ്ട്രോക്ക് വന്ന സമയത്ത് സ്ട്രോക്ക് വന്ന് അമേരിക്കയിൽ തന്നെ ആശുപത്രിയിലായിരുന്നു കുറച്ച് ദിവസം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അദ്ദേഹം വന്നു. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി ഭക്തന്മാരൊരു ബീച്ച് സൈഡിലൊരു റിസോർട്ട് പോലൊരു വീടെടുത്തായിരുന്നു വാടകയ്ക്ക്. അപ്പൊ അവിടെ താമസിച്ചിരുന്നു പ്രഭുപാദ്, അതിൽ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി. അപ്പൊ അവിടെ താമസിച്ച സമയത്ത് പ്രഭുപാദിനെ പേഴ്സണലി സർവ് ചെയ്ത വ്യക്തിയാണ് ഗോവിന്ദദാസ്. അപ്പം പ്രഭുപാദിന് കുക്ക് ചെയ്യുക, പ്രഭുപാദിന്റെ ലെറ്റേഴ്സ് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുക, റൂമെല്ലാം ക്ലീൻ ചെയ്യുക, ഇതെല്ലാം ചെയ്തതാണ് ഗോവിന്ദദാസ്. പക്ഷെ 3 ആഴ്ചയെ ശീല പ്രഭുപാദിനെ ഗോവിന്ദദാസ് സർവ് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പ്രഭുപാദ് ഇന്ത്യയിലേക്ക് മടങ്ങി. പക്ഷെ അവർക്ക് അത്രയും അത് ആ 3 ആഴ്ച അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. അത്രയും പ്യുവറായിട്ടുള്ള ഒരു വ്യക്തിയെ സർവ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അപ്പൊ പ്രഭുപാദ് പിന്നെ ഒരു 6 മാസം ഇന്ത്യയിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പ്രഭുപാദ് തിരിച്ചു വരുന്നത്. പക്ഷെ ഈ 6 മാസവും ഗോവിന്ദദാസിയുടെ ഒരേ ഒരു പ്രാർത്ഥന, എന്നെങ്കിലും ശീല പ്രഭുപാദിനെ എനിക്ക് വീണ്ടും ഇതേപോലെ സേവനം ചെയ്യാനായിട്ട് പറ്റണം എന്നായിരുന്നു. അപ്പൊ അങ്ങനെ അവസാനത്തെ ലെറ്ററിൽ 6-ാം മാസം പ്രഭുപാദ് തിരിച്ചിങ്ങോട്ട് വരുന്നതിന് മുമ്പുള്ള ലെറ്ററിൽ പ്രഭുപാദ് എഴുതിയിരുന്നു, എനിക്ക് നിന്റെ മനസ്സ് മനസ്സിലാകുന്നുണ്ടെന്ന് പ്രഭുപാദ് എഴുതിയിരുന്നു. തിരിച്ചിവിടെ വന്നിട്ട് ഗൗരസുന്ദർ പ്രഭുവിനെയും ഗോവിന്ദദാസിയെയാണ് പ്രഭുപാദ് സെക്രട്ടറി ആയിട്ട് മാറ്റിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരാണ് കുറെ നാള് പ്രഭുപാദിനെ പേഴ്സണലി സർവ് ചെയ്തത്. അപ്പൊ അത് ഒരു ഇൻസ്റ്റൻസ്. പിന്നെ വേറൊരു ഇത് ബദരി നാരായൺ ദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടി പറയുന്നത്. അപ്പൊ പ്രഭുപാദ് ഡെട്രോയിറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു അമേരിക്കയിൽ. അത് കാർ കമ്പനിയൊക്കെ, കാർ നിർമ്മാണത്തിന്റെ ഒക്കെ ഒരു സ്ഥലമാണ് ഡെട്രോയിറ്റ്. അപ്പൊ അവിടെ ഈ ഡിവോട്ടീസിന്റെ ഒരു വാടക കെട്ടിടം ഉണ്ടായിരുന്നു. അപ്പൊ ആ കെട്ടിടം മാറ്റണം, പുതിയൊരു സ്ഥലം തന്നെ. അപ്പൊ എല്ലാ ഡിവോട്ടീസും പല പല കെട്ടിടങ്ങൾ അന്വേഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡിവോട്ടി എന്ന് പറഞ്ഞ് ഇത് നല്ലൊരു സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് പ്രഭുപാദിനെ കൊണ്ടുപോയി. അപ്പൊ പ്രഭുപാദിനെ ചെന്ന സമയത്ത് പ്രഭുപാദ് ഈ ആൽഫ്രഡ് ഫോർഡിനെയും കൂടെ കൊണ്ടുപോയിരുന്നു അദ്ദേഹത്തിനെയും കൊണ്ടുപോയി. പിന്നെ ലേഖ ശ്രവന്തി എന്ന് പറഞ്ഞൊരു മാതാജി, അത് ഇംഗ്ലണ്ടിലെ ലേബർ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ നേതാവിന്റെ മകളാണ്. അപ്പൊ ഇവരെ രണ്ടുപേരെയും ആയിട്ടാണ് പ്രഭുപാദ് ആ ഡെട്രോയിറ്റ് മാൻഷൻ കാണാനായിട്ട് പോയത്. ഡിവോട്ടീസിന്റെ കയ്യിൽ വലിയ പൈസയൊന്നുമില്ല, കുറച്ച് പൈസയേ ഉള്ളൂ. പ്രഭുപാദിന്റെ കയ്യിലും വേറെ ഫണ്ടും കയ്യിലൊന്നും ഇല്ല. അന്ന് BBT ഒന്നും വലുതായിട്ടൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പം ഇവര് കയറി കണ്ടപ്പോ തന്നെ വലിയൊരു ഇത്. അപ്പം ഡിവോട്ടീസ് പ്രഭുപാദ് ഇത് ഓരോ റൂം കയറുമ്പോഴും ഡിവോട്ടീസ് പറയും ഇത് മായയാണ്. അത്രയും ഒപ്പുലന്റ് ആയിട്ടുള്ള സ്ഥലം അതാണ്. അപ്പൊ പ്രഭുപാദ് ഇങ്ങനെ ഓരോ കയറി അതിനകത്ത് ബദ്രിനാരായൺ പ്രഭു പറയുന്നു, പ്രഭുപാദ് ഓരോ റൂമിൽ കയറുമ്പോഴും പ്രഭുപാദ് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാണ്. പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു, കൃഷ്ണ ആരോ ഇത്രയും മനോഹരമായ അവരുടെ ഊർജ്ജം എല്ലാം എടുത്ത് ഇത്രയും വലിയൊരു ഇത് കെട്ടിടം ഉണ്ടാക്കി, ഭഗവാൻ അത് നമ്മുടെ യൂസിന് വേണ്ടി തരണമാണ് ഉദ്ദേശം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രഭുപാദ് പറയും. അപ്പോൾ ഇങ്ങനെ പ്രഭുപാദ് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും അവിടുത്തെ ഡെട്രോയിറ്റിലെ ലീഡേഴ്സിനൊരു ഉള്ളിൽ ഭയം, എങ്ങനെ പൈസ ഉണ്ടാക്കും ഇതെങ്ങാനും മേടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും എന്നുള്ള ഇതാണ്.
പ്രഭുപാദ് ഓരോ ഇത് നോക്കിയിട്ട് ഓരോ ചെറിയ കാർവിങ്സും ഇതെല്ലാം നോക്കിയിട്ട് അത് പ്രഭുപാദ് തന്നെ പറഞ്ഞു അവന്റെ പ്രൈസ് $1 മില്യൺ ആണെന്ന്. ഇന്നത്തെ അത് തന്നെ അത് വലിയ തുകയാണ് $1 മില്യൺ. അപ്പൊ അത് വെച്ചിട്ടാണ് അതിന്റെ ഉടമസ്ഥൻ ഇവര് കാണാനായിട്ട് പോയതിന്റെ കൂടെ വന്നില്ല. അയാള് ലോണില് ഒരു കസേരയിലിട്ട് ഇരിക്കുകയായിരുന്നു. ഇവരൊക്കെ കണ്ടിട്ട് വരട്ടെ എന്നിട്ട് സംസാരിക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ പ്രഭുപാദ് ഓരോ സ്ഥലത്ത് കാണുമ്പോൾ ഒരു റൂം തന്നെ $1 മില്യൺ ഇതുണ്ട് എന്നുള്ള രീതിയിലാണ് പ്രഭുപാദ് പറഞ്ഞത്. അതിനകത്ത് തന്നെ ഇത് തന്നെ ഒരു ഡെക്കും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ വലിയ ഒരു ഇതാണ്, ഒരു പാലസ് പോലെ ഇരിക്കുന്ന സ്ഥലം. അപ്പൊ പ്രഭുപാദ് ഇതെല്ലാം കണ്ടിട്ട് പ്രഭുപാദ് കയറി ചെന്ന സമയത്ത് ഒരു വലിയൊരു പടം ഉണ്ടായിരുന്നു. ഈ സന്യാസിമാരും കൂടെയാണ് ചെല്ലുന്നത്. ആ പടത്തില് ഒരു സ്ത്രീ നഗ്നയായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന പടമാണ് അതിനകത്തുള്ളത്. അപ്പൊ സന്യാസിമാരിത് കണ്ടപ്പോഴും തല താഴ്ത്തി മാറി. അപ്പൊ പ്രഭുപാദ് അത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് നല്ല രീതിയിൽ വരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവർക്ക് കാരണം പ്രഭുപാദിന് ആ ഒരു മനസ്സില്ല, അത്രയും പ്യുവർ ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് പ്രഭുപാദിന്റെ ആ വരച്ചതിന്റെ ഭംഗിയാണ് പ്രഭുപാദ് പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞിട്ട് സന്യാസിമാര് കൂടെ നടന്നു വന്നപ്പോഴത്തേനും ഒരു വലിയൊരു റഗ്ഗുണ്ട്, ഇതുപോലെ ഈ കാർപ്പറ്റില് വലിയൊരു പോളാർ ബിയർ, ഒരു കരടി, ഹിമക്കരടിയുടെ പിക്ചറാണ്. അതിന്റെ വായും പിന്നെ കൈ വിരലും അതിനകത്ത് നഖങ്ങളും ഒക്കെ. പ്രഭുപാദ് അതിന്റെ വായിൽ ഇങ്ങനെ കുത്തി നോക്കിയിട്ട് പറഞ്ഞു, ഇത് കടിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ മറ്റ് ശിഷ്യന്മാര് പറഞ്ഞ് പ്രഭുപാദ് ചിലപ്പോ ഇത് മനുഷ്യരെ ആക്രമിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. പ്രഭുപാദ് ഇങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് ലോണിലേക്ക് ചെന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അപ്പം വളരെ നല്ലതാണ്, ഒരു പാലസിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ രീതിയിൽ പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ ആ ഓണറിന് ഭയങ്കര സന്തോഷമായി, എന്തായാലും നല്ല പ്രൈസ് കിട്ടും എന്നുള്ളത്. അപ്പം എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, ഇത് വളരെ അരിസ്ട്രോക്രാറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്, പക്ഷെ എന്ത് ചെയ്യാനാ, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഭിക്ഷക്കാരാണ് എന്നുള്ള സ്ഥലം അതാണ്. അപ്പൊ പ്രഭുപാദ് ഇങ്ങനെ ഓരോ കയറി അതിനകത്ത് ബദ്രിനാരായൺ പ്രഭു പറയുന്നു, പ്രഭുപാദ് ഓരോ റൂമിൽ കയറുമ്പോഴും പ്രഭുപാദ് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാണ്. പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു, കൃഷ്ണൻ ആരോ ഇത്രയും മനോഹരമായ അവരുടെ ഊർജ്ജം എല്ലാം എടുത്ത് ഇത്രയും വലിയൊരു കെട്ടിടം ഉണ്ടാക്കി, ഭഗവാൻ അത് നമ്മുടെ യൂസിന് വേണ്ടി തരാനാണ് ഉദ്ദേശം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രഭുപാദ് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും അവിടുത്തെ ഡെട്രോയിറ്റിലെ ലീഡേഴ്സിനൊരു ഉള്ളിൽ ഭയം, എങ്ങനെ ഈ പൈസ ഉണ്ടാക്കും, ഇതെങ്ങാനും മേടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും എന്നുള്ള ഇതാണ്. പ്രഭുപാദ് ഓരോ ഇത് നോക്കിയിട്ട് ഓരോ ചെറിയ കാർവിങ്സും ഇതെല്ലാം നോക്കിയിട്ട് അത് പ്രഭുപാദ് തന്നെ പറഞ്ഞു അവന്റെ പ്രൈസ് $1 മില്യൺ ആണെന്ന്. ഇന്നത്തെ അത് തന്നെ അത് വലിയ തുകയാണ് $1 മില്യൺ. അപ്പൊ അത് വെച്ചിട്ടാണ് അതിന്റെ ഉടമസ്ഥൻ ഇവര് കാണാനായിട്ട് പോയതിന്റെ കൂടെ വന്നില്ല. അയാള് ലോണില് ഒരു കസേരയിലിട്ട് ഇരിക്കുകയായിരുന്നു. ഇവരൊക്കെ കണ്ടിട്ട് വരട്ടെ എന്നിട്ട് സംസാരിക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ പ്രഭുപാദ് ഓരോ സ്ഥലത്ത് കാണുമ്പോൾ ഒരു റൂം തന്നെ $1 മില്യൺ ഇതുണ്ട് എന്നുള്ള രീതിയിലാണ് പ്രഭുപാദ് പറഞ്ഞത്. അതിനകത്ത് തന്നെ ഇത് തന്നെ ഒരു ഡെക്കും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ വലിയ ഒരു ഇതാണ്, ഒരു പാലസ് പോലെ ഇരിക്കുന്ന സ്ഥലം. അപ്പൊ പ്രഭുപാദ് ഇതെല്ലാം കണ്ടിട്ട് പ്രഭുപാദ് കയറി ചെന്ന സമയത്ത് ഒരു വലിയൊരു പടം ഉണ്ടായിരുന്നു. ഈ സന്യാസിമാരും കൂടെയാണ് ചെല്ലുന്നത്. ആ പടത്തില് ഒരു സ്ത്രീ നഗ്നയായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന പടമാണ് അതിനകത്തുള്ളത്. അപ്പൊ സന്യാസിമാരിത് കണ്ടപ്പോഴും തല താഴ്ത്തി മാറി. അപ്പൊ പ്രഭുപാദ് അത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് നല്ല രീതിയിൽ വരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവർക്ക് കാരണം പ്രഭുപാദിന് ആ ഒരു മനസ്സില്ല, അത്രയും പ്യുവർ ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് പ്രഭുപാദിന്റെ ആ വരച്ചതിന്റെ ഭംഗിയാണ് പ്രഭുപാദ് പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞിട്ട് സന്യാസിമാര് കൂടെ നടന്നു വന്നപ്പോഴത്തേനും ഒരു വലിയൊരു റഗ്ഗുണ്ട്, ഇതുപോലെ ഈ കാർപ്പറ്റില് വലിയൊരു പോളാർ ബിയർ, ഒരു കരടി, ഹിമക്കരടിയുടെ പിക്ചറാണ്. അതിന്റെ വായും പിന്നെ കൈ വിരലും അതിനകത്ത് നഖങ്ങളും ഒക്കെ. പ്രഭുപാദ് അതിന്റെ വായിൽ ഇങ്ങനെ കുത്തി നോക്കിയിട്ട് പറഞ്ഞു, ഇത് കടിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ മറ്റ് ശിഷ്യന്മാര് പറഞ്ഞ് പ്രഭുപാദ് ചിലപ്പോ ഇത് മനുഷ്യരെ ആക്രമിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. പ്രഭുപാദ് ഇങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് ലോണിലേക്ക് ചെന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അപ്പം വളരെ നല്ലതാണ്, ഒരു പാലസിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ രീതിയിൽ പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ ആ ഓണറിന് ഭയങ്കര സന്തോഷമായി, എന്തായാലും നല്ല പ്രൈസ് കിട്ടും എന്നുള്ളത്. അപ്പം എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, ഇത് വളരെ അരിസ്ട്രോക്രാറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്,
പക്ഷെ എന്ത് ചെയ്യാനാ, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഭിക്ഷക്കാരാണ് എന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പം നിങ്ങളിത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണം എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് തലാർക്കം വരുന്ന പോലെ മറ്റേ അദ്ദേഹത്തിന്. പക്ഷെ പിന്നെ അത് പറ്റത്തില്ല, ഞാനിത് ഒരുപാട് പൈസ ചെലവഴിച്ച് മേടിച്ച. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവസാനം വളരെ ചീപ്പായിട്ടുള്ളൊരു റേറ്റിൽ ഇത് പ്രഭുപാദിന് കിട്ടി, വാങ്ങിച്ചു. പിന്നെ അവര് വാങ്ങിച്ച് തിരിച്ച് എഗ്രിമെന്റ് ഒക്കെ എഴുതി പോയപ്പം പിന്നെ അതിന്റെ ആ കെട്ടിടത്തിന്റെ നെയ്ബർ അവരെ വിളിച്ചു പറഞ്ഞു, ഇയാള് ഇതിൽ നിന്ന് നല്ല നല്ല സാധനങ്ങൾ എടുത്തോണ്ട് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം ശിഷ്യന്മാർ വന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സ്വാമി എന്നെ ചീറ്റ് ചെയ്തു, ഇത് വളരെ പൈസയുള്ളതാണ്, ഞാൻ എന്തോ മായയിൽ പെട്ടിട്ട് ഇതിന് എഗ്രി ചെയ്തു, ഇനി ഉള്ള നല്ല സാധനമൊക്കെ ഞാൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അദ്ദേഹം എടുത്തോണ്ട് വന്നത്. അപ്പം ഇവർ രണ്ടുപേരും പറയുന്നതില് അദ്ദേഹം പറയുന്ന ഗോവിന്ദദാസിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, സ്പിരിച്വൽ ആഗ്രഹം, പ്രഭുപാദിനെ സെർവ് ചെയ്യണം എന്നുള്ള. അത് പ്രഭുപാദിന് ഗുരുവിന് മനസ്സിലായി അത് ആ ആഗ്രഹം. അതേപോലെ പ്രഭുപാദിന് ഈ ഒരു വലിയ മാൻഷൻ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കണം എന്നുണ്ടായിരുന്നു. അത് സിൻസിയർ ആയിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ പണമൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് ആ പൈസ എങ്ങനെ വന്നെന്ന് വെച്ചാൽ കൂടെ ആൽഫ്രഡ് ഫോർഡ് ഉണ്ടായിരുന്നു, അദ്ദേഹം 50% എടുത്ത്, പിന്നെ ലേഖാശ്രവന്തി എന്ന് പറഞ്ഞ മാതാജി അദ്ദേഹം അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് 50% എടുക്കുക ആണ് അത് മേടിച്ചത്. പ്രഭുപാദിന്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ പ്രഭുപാദ അത് ബിൽഡിംഗ് മേടിച്ചു. അപ്പം ഒരാഗ്രഹം ഇല്ലെങ്കിൽ സ്പിരിച്വൽ ആഗ്രഹം, ഇന്റൻഷൻ കറക്റ്റ് ആണെങ്കിൽ ഭഗവാനും ഗുരു അത് മനസ്സിലാക്കി അത് അംഗീകരിച്ചു തരും എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്.